ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എസ് എ ക്രാഫ്റ്റ് ബൈ ആദൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എന്തിൽ തുടങ്ങണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു പേപ്പർ റോസ് തന്നെ ആയാലോ എന്ന് വിചാരിച്ച് റോസ് പോലെ തന്നെ അങ്ങ് തുടങ്ങിക്കളയാന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് കളറിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളറിൻ്റെ പേപ്പർ എടുത്തിരിക്കുകയാണ്. അത് A4 സൈസ് പേപ്പറാണ്. ഞാനതിനെ 4ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. ഇങ്ങനെ 4ആയിട്ട് മടക്കിയെടുക്കാം. ഇനി നമുക്ക് അതിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കോമ്പസ് എടുത്തിട്ട് ഏതളവിലാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടം, അതിനനുസരിച്ച് റൗണ്ട് വരച്ചു കൊടുക്കുക. പിന്നെ വരയ്ക്കുമ്പോൾ എല്ലാ റൗണ്ടും ഒരേ വലിപ്പമായിരിക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഞാൻ മുന്നിൽ ഇതിൽ റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലെയറിൽ തന്നെ എനിക്ക് 4 റൗണ്ട് കിട്ടുന്ന രീതിക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് സിസർ എടുത്തിട്ട് മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ റൗണ്ടുകൾ മൊത്തം കട്ട് ചെയ്തെടുക്കുക. നമുക്കൊരു എനിക്ക് തോന്നുന്നു 32 റൗണ്ടോളം എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്. 32 പീസ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഞാൻ മുന്നേ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു പേപ്പർ ഗ്ലാസ് ആണ്. അതിൻ്റെ ആ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം, അത് നമ്മൾ കട്ട് ചെയ്ത് ഓപ്പണിങ് ആക്കാം. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ലെയർ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയറിലാവുമ്പോൾ നമ്മളിങ്ങനെ ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയറും ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വല്ലാണ്ട് പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ബാക്കി ലെയറുകളൊക്കെ ഇതേപോലെ ഗമ്മിട്ടിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ ലെയർ കഴിയുമ്പോൾ നമുക്ക് ആ സെൻറ്ററിലുള്ള ആ ഒരു ഹോള് കണ്ടോ, അതിങ്ങനെ ചെറുതായിട്ട് വരും. ആ ഹോള് പരമാവധി കവർ ചെയ്യാൻ നോക്കാം. പരമാവധി കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലെയർ വെക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ സെൻറ്ററിലൊരു ഹോളായിട്ട് മാറിപ്പോകും. അപ്പോൾ ഞാൻ പരമാവധി കവർ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ കവർ ചെയ്ത് കണ്ടോ, ആ ഹോൾ ചെറുതായി വരുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് പീസാണ്. ലാസ്റ്റ് പീസ് നമ്മൾ നന്നായിട്ട് ഗമ്മിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് വന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമുക്ക് ഇതിൻ്റെ പേപ്പർ ഗ്ലാസ് ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് നമ്മളൊരു പേപ്പർ റോസ് ഉണ്ടാക്കിയല്ലേ. ഇതൊക്കെ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു ഓറഞ്ചും ഒരു ബ്ലൂ കളർ പേപ്പർ റോസ് ഉണ്ടോ അറിയില്ല. പേപ്പർ റോസ് അല്ലേ, ഏത് കളർ വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ക്രാഫ്റ്റായിട്ട് സ്കൂളിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.